ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു കണ്ടന്റിന് കിട്ടുന്ന സ്വീകാര്യത നിലവാരമുള്ള കണ്ടന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സാർ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാ മാധ്യമങ്ങളും ചെയ്യുമ്പം ഒരു കൂട്ടർക്ക് ഇത് നമുക്ക് മാറി നിൽക്കണമെന്ന് വിചാരിച്ചാലും മാറി നിൽക്കാൻ പറ്റാതെ വരും. ഇപ്പം ഇന്നലത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിൽ കെ സുധാകരന് നിരാശ എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ മാധ്യമങ്ങളും അത് വലിയ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നു. ശരിക്കും അതിന് എൻ്റെ ജീവിതത്തിലോ സാറിൻ്റെ ജീവിതത്തിലോ മീരയുടെ ജീവിതത്തിലും എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഒരു സ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് നിരാശപ്പെടേണ്ട കാര്യമാണ്. ആകെപ്പാടെ 140 മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ ഒരു 20 MP-മാരുണ്ട്, കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ പദവികൾക്ക് വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം എന്നൊരു മെസ്സേജ് കൂടിയല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, പുതിയ ചിന്തകളിലേക്ക് ന്യൂസ് ചാനലുകൾ മാറണം. ഇപ്പോൾ ഈ KPCC പ്രസിഡൻറ്റിൻ്റെ വാർത്ത എല്ലാ ചാനലുകളും കയറി ചെയ്യുന്ന അതേ ദിവസം അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പൊക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവരെ എല്ലാം വിട്ടിട്ട് നിങ്ങളുടെ പുറകെ വരില്ലേ? കേരളത്തിൽ സീരിയലുകളും ന്യൂസുകളും 2 ധാരകളായി, അതായത് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണെങ്കിൽ സീരിയലുകൾ നിർബന്ധമായി ഓടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത്, ന്യൂസ് ചാനലാണെങ്കിൽ ലൈവ് ന്യൂസ് അല്ലേ, തത്സമയ സംപ്രേഷണം നടക്കുന്ന ചാനലുകൾ മാത്രം ഓടുന്നൊരു സമയത്ത് ഇതൊന്നുമല്ലാതെ ഒരു ചാനൽ നടത്താമെന്ന് ഞാൻ കാണിച്ചു തന്നതാളാണ്. യെസ്.